പ്രിയ സുഹൃത്തുക്കളെ, നിമ്ന വിജയ് എഴുതിയ ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് എന്ന നോവലിൻ്റെ 22 അധ്യായങ്ങൾ നമ്മൾ വായിച്ചു കഴിഞ്ഞു. ഈ ദിവസങ്ങളിൽ എന്നോടൊപ്പം യാത്ര ചെയ്ത നിങ്ങൾക്കെല്ലാവർക്കും ഏറ്റവും അവസാനത്തെ അധ്യായമായ 23-ാം അധ്യായത്തിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. 23-ാം അധ്യായം. പിറ്റേന്ന് രാവിലെ ഓഫീസിൽ പോകുന്നതിന് മുൻപേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ അവൾ ആൻറ്റിയുടെ വീട്ടിൽ കയറി. അവളെ കണ്ടതും ബാൽക്കണിയിൽ ചെടി നനച്ചുകൊണ്ടിരുന്ന ശാലു ഓടി വന്ന് കെട്ടിപ്പിടിച്ചു. ഇത്രയും കാലം ബാൽക്കണിയിൽ പോയി ചെടി നനച്ചിട്ടും നീ ഇതുവരെ അപ്പുറത്തെ ഫ്ലാറ്റിലെ പയ്യനെ സെറ്റ് ചെയ്തില്ലല്ലേ? അയ്യോ ചേച്ചി, ഒന്ന് പതുക്കെ പറ. അവൾ അതിഥിയുടെ വായ പൊത്തിപ്പിടിച്ചു. നാളെ പോവുകയാണല്ലേ? ഈ വീട്ടിൽ ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കുമ്പോൾ ആൻറ്റീന്ന് വിളിച്ച് നീ ഇടയ്ക്ക് കയറി വരുമ്പോൾ എനിക്കെന്തോ സ്വർഗം കിട്ടിയ സന്തോഷമായിരുന്നു. ഇനി എപ്പോഴാ ആൻറ്റിയുടെ ഫുഡ് കഴിക്കാൻ മോള് വരുന്നേ? ഭക്ഷണം കഴിക്കുന്നതിനിടെ ആൻറ്റി സങ്കടം ഉള്ളിലൊതുക്കി ചോദിച്ചു. അയ്യേ, നിങ്ങളെല്ലാം എന്താ ഇങ്ങനെ? ഞാൻ ഇവിടേക്ക് തന്നെ തിരിച്ചു വരും. കുറച്ചു കാലം ഒന്ന് മാറി നിൽക്കുന്നു, അത്രയേ ഉള്ളൂ. അല്ലെങ്കിലും ഞാനിനി തിരിച്ചു വരുമ്പോഴേക്കും ആൻറ്റി ഇവിടുന്ന് രക്ഷപ്പെടില്ലേ? അവൾ ചിരിച്ചുകൊണ്ട് കണ്ണിറുക്കി. ഞാൻ നാട്ടിൽ വരാം ഇനി നിങ്ങളെ കാണാൻ. അവൾ ധൃതിയിൽ ഭക്ഷണം കഴിച്ച് ആൻറ്റി അടുത്ത കരച്ചിൽ സീൻ ഉണ്ടാക്കുന്നതിന് മുൻപേ അവിടെ നിന്നും ഇറങ്ങി. ഓഫീസിലെത്തി HR റൂമിൽ നിന്നും ഫോർമാലിറ്റീസ് എല്ലാം തീർത്ത് പുറത്തിറങ്ങിയപ്പോഴേക്കും ആദി അവളെ കാത്ത് പുറത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അതിഥി, സോറി, നിന്നോട് ചോദിക്കാതെ ഞാൻ റിസൈൻ ചെയ്യാൻ പാടില്ലായിരുന്നു. നിനക്ക് ആരുമില്ല എന്ന് ഫീൽ ചെയ്യിപ്പിക്കാൻ പാടില്ലായിരുന്നു. ആദി ക്ഷമ ചോദിച്ചുകൊണ്ട് അവളുടെ കയ്യിൽ പിടിച്ചു. അയ്യോ ആദി, ഞാനാ സോറി പറയണ്ടേ? നിൻ്റെ ഒരുപാട് നാളത്തെ സ്വപ്നമല്ലേ നടക്കാൻ പോകുന്നത്. അതിനുവേണ്ടി നീ എത്ര ആഗ്രഹിച്ചിട്ടുണ്ടെന്ന് മറ്റാരേക്കാളും അറിയുന്നത് എനിക്കാ. നിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സന്തോഷം ആഘോഷിക്കുന്നതിന് പകരം ഞാൻ നിന്നെ കുറ്റപ്പെടുത്തി. സോറിടാ, എൻ്റെ അവസ്ഥ അത്ര മോശമായിരുന്നു. സത്യത്തിൽ നീ ഈ ജോലി കളയുന്നതിൽ, നിൻ്റെ സ്വപ്നങ്ങൾക്ക് പുറകെ പോകുന്നതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരാളാണ് ഞാൻ. നീ ഭാവിയിൽ വലിയ നടനൊക്കെ ആകുമ്പോൾ എനിക്ക് അഭിമാനത്തോടെ പറയാമല്ലോ, അവൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിരുന്നെന്ന്. അവൾ അവൻ്റെ നെഞ്ചിൽ പതിയെ ഇടിച്ചുകൊണ്ട് പറഞ്ഞു. ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു എന്നല്ല അതിഥി, ആണെന്ന് പറയണം. ലൈഫിൽ ഞാൻ ഒരിക്കലും നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരാളാണ് നീ. നിറഞ്ഞ കണ്ണുകളോടെ അവൻ അവളെ കെട്ടിപ്പിടിച്ചു. എന്തായാലും നമ്മൾ ഒരുമിച്ചിറങ്ങുന്നത് നന്നായി. അല്ലെങ്കിൽ നീ ഇവിടെ എന്നെ മിസ് ചെയ്ത് വിഷമിച്ച് മരിച്ചേനെ. ഡെസ്കിലേക്ക് നടക്കുന്നതിനിടെ അതിഥി അവൻ്റെ തോളിൽ കൈയിട്ടുകൊണ്ട് പറഞ്ഞു. അതിന് ചാൻസ് ഒന്നുമില്ല. കേരളത്തിൽ നിന്നൊരു പുതിയ പെങ്കൊച്ച് ജോയിൻ ചെയ്തിട്ടുണ്ട് ലാസ്റ്റ് വീക്കിൽ. നീ അവളുടെ കൂടെ അടിച്ചു പൊളിച്ചേനെ. അയ്യടാ, അങ്ങനെ നീ പൊളിക്കണ്ട. നമ്മൾ രണ്ടുപേരും പെട്ടിയും കിടക്കയും എടുത്ത് ഒരുമിച്ചിറങ്ങുന്നു. അവൾ അവൻ്റെ തലയ്ക്ക് ഒരു കൊട്ടു കൊടുത്തു. ഗീതു ചേച്ചിയും ശക്തിയും അവളുടെ ഡെസ്കിലുള്ള സാധനങ്ങളെല്ലാം പെറുക്കി പെട്ടിയിലാക്കി പായ്ക്ക് ചെയ്തു വെച്ചിരുന്നു. ഉച്ചയ്ക്ക് മുൻപേ ഇറങ്ങാൻ പോയ അവളെ അവരെല്ലാവരും കൂടെ വൈകുന്നേരം വരെ അവിടെ പിടിച്ചിരുത്തി. അതിഥിക്ക് ഒരു വിസിറ്ററുണ്ട്. ഗീതു ചേച്ചിയുമായി സംസാരിച്ചു കൊണ്ടിരുന്ന അവളെ സെക്യൂരിറ്റി വന്ന് വിളിച്ചു. വിസിറ്റിംഗ് റൂമിൻ്റെ വാതിൽ തുറന്നപ്പോൾ അവിടെ തലകുനിച്ച് വിരൽ ഞൊടിച്ചു കൊണ്ടിരുന്ന ശരണിനെ കണ്ട് ഒരു നിമിഷം അവൾ മരവിച്ചു നിന്നു. അതിഥി, എനിക്കൊന്ന് സംസാരിക്കണം പ്ലീസ്. അവളെ കണ്ടതും അവൻ ഓടി അടുത്തേക്ക് വന്നു. അതിഥി പേടിച്ചിട്ടെന്ന പോലെ പെട്ടെന്ന് പുറകോട്ട് മാറി. കണ്ണിൽ സാമിൻ്റെ കൈകളിലേക്ക് തലചുറ്റി വീണ ആ നിമിഷവും ആശുപത്രി കിടക്കയും മിന്നിമാഞ്ഞു. നെറ്റിയിൽ പൊടിഞ്ഞ വിയർപ്പ് തുടച്ച് ഒരു ദീർഘനിശ്വാസം എടുത്ത് അവൾ തിരിഞ്ഞു നടന്നു. അതിഥി പ്ലീസ്, ഒരു 5 മിനിറ്റ്, എന്നിട്ട് ഞാൻ പൊക്കോളാം. അവൻ അവളുടെ പിറകെ ചെന്നു. 1 മിനിറ്റ്, ഞാൻ ബാഗ് എടുത്ത് വരാം. പുറത്തിറങ്ങി സംസാരിക്കാം. ഇവിടെ ഒരു സീൻ ഉണ്ടാക്കണ്ട. അവൾ ഡെസ്കിൽ പോയി ബാഗ് എടുത്ത് അവൻ്റെ ഒപ്പം പുറത്തേക്ക് നടന്നു. ഓഫീസിന് മുൻപിലെ ചായക്കടയിൽ കയറി 2 ചായ പറഞ്ഞു. അവൾ അവനെ എതിർവശത്തായി കസേര നീക്കിയിട്ട് ഇരുന്നു. എണ്ണ തൊടാത്ത, ചീകി വെക്കാത്ത അവൻ്റെ മുടി എന്നത്തെയും പോലെ നെറ്റിയിലേക്ക് വീണ് കിടക്കുന്നു. കണ്ണിന് താഴെ വന്ന കരിവാളിപ്പ് മുഖത്തെ ഭംഗി മുഴുവൻ കവർന്നുകൊണ്ടു പോയെന്ന് അവൾക്ക് തോന്നി. എത്ര ശ്രമിച്ചിട്ടും നിയന്ത്രിക്കാനാവാത്ത കണ്ണുനീർ തുടച്ച് വളരെ പ്രയാസപ്പെട്ട് ഒരു കുറ്റവാളിയെപ്പോലെ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി. എടോ, ഒരിക്കലും നിന്നെ ചതിക്കണമെന്നോ പറ്റിക്കണമെന്നോ എനിക്കുണ്ടായില്ല.
എൻ്റെ വീട്ടിലെ അവസ്ഥ ഏതായിപ്പോയി. ശരൺ പ്ലീസ്, എനിക്കത് കേൾക്കണ്ട. നിനക്ക് എന്നെ വേണ്ടെന്ന് വെക്കാൻ അത്രയും വലിയ കാരണമുണ്ടാവും എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. ഇനി സത്യം കേട്ട് കഴിയുമ്പോൾ അതങ്ങനെയല്ലെങ്കിൽ ഞാൻ നിന്നെ വെറുത്തു പോവും. അപ്പോൾ ഇപ്പോൾ നിനക്കെന്നോട് വെറുപ്പില്ലേ? ഒരാളെ വെറുത്തുകൊണ്ട് അയാളെ മറക്കാൻ പറ്റില്ല. നീ അർഹിക്കുന്നില്ലെങ്കിൽ പോലും മനസ്സുകൊണ്ട് ഞാൻ നിനക്ക് മാപ്പ് നൽകിയിട്ടുണ്ട്. എനിക്ക് വേണ്ടി എനിക്ക് ഇനി മുന്നോട്ട് നടന്നേ പറ്റൂ. അല്ലെങ്കിലും നിന്നെ കുറ്റം പറഞ്ഞതുകൊണ്ട് കാര്യമൊന്നുമില്ല. ഞാനൊരിക്കലും എൻ്റെ പ്രശ്നങ്ങളെ നേരെ നിന്ന് ഫേസ് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. പണ്ട് മുതലേ എൻ്റെ എല്ലാ വിഷമങ്ങളിൽ നിന്നും എന്നെ രക്ഷപ്പെടുത്താൻ ഒരാൾ വരും എന്ന് കരുതി ഒരാളെ പ്രതീക്ഷിച്ചിരുന്നു. ലോകത്തെവിടെയും ഇല്ലാത്ത ഒരാൾക്ക് വേണ്ടി കത്തുകൾ എഴുതി. എന്നെ മനസ്സിലാക്കാനും സ്നേഹിക്കാനും എൻ്റെ വിഷമങ്ങൾ നേരിടാനും എനിക്ക് വേണ്ടി നിലകൊള്ളാനും ഞാൻ എപ്പോഴെങ്കിലും ശ്രമിച്ചിരുന്നെങ്കിൽ ഒരിക്കലും ഇത്ര നിസ്സാരമായി നിനക്കെൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ കഴിയില്ലായിരുന്നു. നീ എന്നെ പൂർണ്ണമാക്കുന്ന എന്തോ ആണെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു. എൻ്റെ എല്ലാ സന്തോഷങ്ങളും നിൻ്റെ ഉള്ളിലാണെന്ന് ഞാൻ വിശ്വസിച്ചു. ഈ പുസ്തകങ്ങളിലും സിനിമയിലുമൊക്കെ കാണുന്ന പോലെ ജീവിതത്തിൽ നമ്മളെ രക്ഷിക്കാൻ ഒരു രാജകുമാരനും നായകനും വരില്ലെന്ന് എനിക്ക് ഇപ്പോൾ നന്നായി അറിയാം. അതിഥി, എനിക്ക് നിന്നെ ഇപ്പോഴും ഇഷ്ടമാണ്. നിന്നെ സ്നേഹിച്ച പോലെ ഞാൻ ആരെയും സ്നേഹിച്ചിട്ടില്ല. അവൻ അവളുടെ കയ്യിൽ പതുക്കെ പിടിച്ചു. എനിക്കും ഇഷ്ടമാടോ, പക്ഷേ ആ ഇഷ്ടത്തോടെ തന്നെ നിന്നെ വേണ്ടെന്ന് വെക്കാൻ എനിക്കിപ്പോൾ കഴിയും. ഇപ്പോൾ നീ കൈപിടിച്ച് കൂടെ കൂട്ടിയ, നിന്നെ മാത്രം സ്നേഹിച്ച് വിശ്വസിച്ച് നിൽക്കുന്ന ആ പെൺകുട്ടിയെ നല്ലോണം നോക്കണം എന്നൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല. എന്നെ സ്നേഹിക്കാൻ പഠിപ്പിച്ചത് നീയാ. അല്ലെങ്കിലും സ്നേഹിക്കാൻ എളുപ്പമാണ്, സ്നേഹിക്കപ്പെടാനാ പാട്. നമ്മളിങ്ങനെ ഒരുപാട് സംസാരിച്ച് ഉള്ള ബന്ധം നശിപ്പിക്കണ്ട. ഞാൻ നാളെ പോവാ. ഇനി ഒരിക്കലും കണ്ടുമുട്ടാൻ ആഗ്രഹിക്കാത്ത ഒരുപാട് ഇഷ്ടമുള്ള 2 പരിചിതരായി നമുക്ക് പിരിയാം. അവൾ കസേര നീക്കി എഴുന്നേറ്റു. അതിഥി പ്ലീസ്, ഇങ്ങനെ പറഞ്ഞു പോവരുത്. അവൻ കരഞ്ഞുകൊണ്ട് അവളുടെ കയ്യിൽ മുറുക്കെ പിടിച്ചു. ശരൺ, നീ എനിക്ക് നല്ല ഓർമ്മയാ. എന്തെങ്കിലും തേടി വരുമെന്ന് കരുതി ജനിച്ചിട്ടില്ലാത്ത ഒരാൾക്ക് വേണ്ടി പ്രതീക്ഷയോടെ കാത്തിരുന്നൊരു പെൺകുട്ടിക്ക് മുമ്പിലേക്ക് പെട്ടെന്നൊരു ദിവസം സന്തോഷത്തിൻ്റെ, സ്നേഹത്തിൻ്റെ ഓർക്കിഡ് പൂക്കളുമായി കടന്നു വന്ന് അവൾ ആഗ്രഹിച്ചതിലും അധികം സ്നേഹം അവൾക്ക് നൽകി കടന്നു പോയവനാ നീ പാടിത്തരാറുള്ള എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആ പാട്ട് എവിടെ വച്ചെങ്കിലും കേൾക്കുമ്പോൾ, നട്ടപ്പാതിരിക്കൊരു കട്ടൻ കാപ്പി കുടിക്കാൻ പോകുമ്പോൾ, ഒരുപാട് ഇഷ്ടത്തോടെ ആരെങ്കിലുമൊക്കെ എനിക്ക് ഭക്ഷണമുണ്ടാക്കി തരുമ്പോൾ, എവിടെയെങ്കിലും ഓർക്കിഡ് പൂക്കൾ കാണുമ്പോൾ ഒക്കെ ഞാൻ നിന്നെ ഓർക്കും, ചിരിക്കും. എവിടെയാണെങ്കിലും സന്തോഷമായിട്ടിരിക്കേ. അവൾ അവൻ്റെ കൈ വിടുവിച്ച് നിറഞ്ഞ കണ്ണു തുടച്ച് മുന്നോട്ട് നടന്നു. ആ വൈകുന്നേരത്തെ ആകാശത്തിന് മഞ്ഞ ഓർക്കിഡിൻ്റെ നിറവും തണുപ്പിന് അവൻ്റെ ചേർത്ത് പിടിക്കലുകളുടെ ഇളം ചൂടുമുണ്ടെന്ന് അവൾക്ക് തോന്നി. ബാഗെല്ലാം സീറ്റിനടിയിൽ വെച്ച് അവസാന യാത്ര പറച്ചിലിനായി അവൾ ഒന്നുകൂടെ വാതിലിനടുത്തേക്ക് വന്നു. സ്വന്തമാകുന്നിടത്ത് മാത്രമല്ല പ്രണയമെന്ന് സാക്ഷിക്കും സിദ്ധിനുമല്ലാതെ മറ്റാർക്കാണ് ഇതിലും മനോഹരമായി തെളിയിക്കാൻ പറ്റുന്നത്? പ്രണയത്തിൻ്റെ സമവാക്യം തിരുത്തി എഴുതി ദേവ് മുന്നോട്ട് നടക്കുമ്പോൾ ജീവിതത്തിൽ ഇനി എന്തു വന്നാലും അതിനെ നേരിടാൻ അവൾ ഒരുക്കമാണ്. സ്വപ്നം കണ്ട ജീവിതത്തിലേക്ക് നടന്നു കയറാൻ ആദിക്ക് ഇനിയും ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരുമെന്ന് ഉറപ്പാണെങ്കിലും അവൻ നേടും എന്നതിൽ സംശയമില്ല. എല്ലാം അവസാനിപ്പിച്ച് ഒറ്റയ്ക്ക് ജീവിതത്തെ നേരിടേണ്ടി വരുമ്പോൾ ആൻറ്റിയെ കാത്തിരിക്കുന്നത് 1000 പ്രശ്നങ്ങളായിരിക്കും. പക്ഷേ അതിനൊക്കെ അപ്പുറം സമാധാനവും സന്തോഷവുമുള്ള ഒരു ജീവിതം അവർക്ക് കിട്ടുമെന്ന് ഉറപ്പാണ്. എത്ര ശ്രമിച്ചിട്ടും അവസാന യാത്ര പറച്ചിലിൽ കരയാതിരിക്കാൻ അതിഥിക്ക് കഴിഞ്ഞില്ല. ട്രെയിൻ പതുക്കെ നീങ്ങിത്തുടങ്ങിയപ്പോൾ എല്ലാവരും ഒരുമിച്ച് കൈവീശി അവളോട് യാത്ര പറഞ്ഞു. നിറഞ്ഞ കണ്ണുകളോടെ അവർ കണ്ണിൽ നിന്നും ആയുന്നതുവരെ അതിഥി അവരെ നോക്കി നിന്നു. അവർക്ക് പുറകിൽ അല്പം മാറി ഒരു കൂട്ടം ഓർക്കിഡ് പൂക്കളുമായി അവനും കൈവീശുന്ന പോലെ അവൾക്ക് തോന്നി. ആ കാഴ്ച മായാതിരിക്കാൻ അവൾ കണ്ണുകൾ മുറുക്കെ അടച്ചു. കൊൽക്കത്തയിലെത്താൻ 2 മണിക്കൂർ കൂടി ശേഷിക്കെ അവൾ ബാഗിൽ നിന്നും ഡയറി എടുത്തു. ഒരുപാട് നാളുകൾക്ക് ശേഷം വീണ്ടും എഴുതി തുടങ്ങി. ഏറ്റവും പ്രിയപ്പെട്ട എന്നോട്, ചുറ്റുമുള്ള ഒന്നിലും ഒരു പ്രതീക്ഷയുമില്ലാതെ
എന്നെ മാത്രം വിശ്വസിച്ചുകൊണ്ടുള്ള ഒരു പുതിയ യാത്രയിലാണ് ഞാൻ. പുതിയ നഗരത്തിൽ എന്നെ കാത്തിരിക്കുന്നത് എന്തായാലും അതിനെ നേരിടാൻ ഞാനിപ്പോൾ ഒരുക്കമാണ്. വായിച്ചു തീർത്ത പുസ്തകങ്ങൾ പോലെയോ കണ്ടു തീർത്ത സിനിമകൾ പോലെയോ മനോഹരമാവില്ല ജീവിതം എന്നെനിക്ക് നന്നായി അറിയാം. പക്ഷേ അതുതന്നെയാണ് ജീവിതത്തെ ഇത്ര മനോഹരമാക്കുന്നത്. അടുത്ത നിമിഷം എന്ത് സംഭവിക്കുമെന്ന് നമുക്കാർക്കും അറിയില്ല. മുന്നോട്ട് ജീവിക്കാൻ വലിയ സ്വപ്നങ്ങളെക്കാളും പ്ലാനുകളെക്കാളുമൊക്കെ നമുക്ക് വേണ്ടത് എന്തു വന്നാലും എനിക്ക് ഞാനുണ്ട് എന്ന വിശ്വാസമാണ്. വീണു പോകുമെന്ന് തോന്നുമ്പോൾ 2 കൈകൊണ്ടും സ്വയം ചേർത്ത് പിടിക്കാൻ കഴിയുമെന്ന ഉറപ്പാണ്. ഞാൻ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത്, സമയം പങ്കിടുന്നത് എൻ്റെ കൂടെ ആവുമ്പോൾ എന്നെ അത്രമേൽ മനസ്സിലാക്കാൻ മറ്റൊരാൾക്ക് എങ്ങനെയാണ് കഴിയുന്നത്? സ്വയം നൽകുന്ന സ്നേഹം കൊണ്ട് ഞാൻ ആദ്യം പൂർണ്ണമാകേണ്ടതുണ്ട്. ആ പൂർണ്ണതയിൽ മാത്രമേ ചുറ്റുമുള്ള എല്ലാത്തിനെയും അതേ സ്നേഹത്തോട് ചേർത്ത് പിടിക്കാൻ കഴിയുകയുള്ളൂ. ഇപ്പോൾ ലോകത്ത് മറ്റാരേക്കാൾ ഞാൻ എന്നെ സ്നേഹിക്കുന്നുണ്ട്, എന്നെ വിശ്വസിക്കുന്നുണ്ട്. ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് ഒരുപാട് സ്നേഹത്തോടെ അതിഥി. പ്രിയമുള്ളവരെ, 23 ദിവസങ്ങൾക്ക് മുൻപ് ആരംഭിച്ച ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് എന്ന നോവലിൻ്റെ വായന ഇവിടെ അവസാനിക്കുകയാണ്. എന്നോടൊപ്പം ഈ 23 ദിവസവും യാത്ര ചെയ്ത എല്ലാവർക്കും ഹൃദയപൂർവ്വം നന്ദി. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണമെന്ന് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. ഏതെങ്കിലും വിധത്തിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന പുതിയ വീഡിയോകളുമായി വരുന്ന ദിവസങ്ങളിൽ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് തന്നെ വരുന്നതാണ്. ദയവായി സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീണ്ടും കാണാം. ഗുഡ് ബൈ.